ഫോണിൽ നീരജ കോളിംഗ് കണ്ടതും അവനത് കട്ട് ചെയ്തു. ജഗനൊന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. ദേവ്, ജഗൻ വിളിച്ചപ്പോൾ ചെറുതായി അവനൊന്ന് ഞെട്ടി. ജഗനെ ഒന്ന് നോക്കി നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. ജഗൻ ദേവനെ തന്നെ നോക്കിയിരുന്നു. വല്ലാതെ വളർന്ന മുടിയിലും താടിയിലും അവൻ ആകെ മാറി. പക്ഷേ അപ്പോഴും മാറാത്തതായി ഉള്ളത് അവനിലെ ദേഷ്യവും ഗൗരവവുമാണ്. ഇപ്പോൾ അതുകൂടി. പേരിനു പോലും അവനിലൊരു ചിരി വരാറില്ല. എല്ലാത്തിനോടും എല്ലാവരോടും ദേഷ്യം മാത്രമാണ്. താൻ വിളിച്ചിട്ടും മിണ്ടാതിരിക്കുന്നവനെ ഒന്ന് നോക്കി. ദേവ്, സത്യനങ്കിൾ വിളിച്ചിരുന്നു. മുത്തശ്ശിക്ക് നിന്നെ കാണണമെന്ന്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതല്ലേ? ഗൗരവമേറിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. എടാ, അത് അവരുടെ ഭാഗത്തും ന്യായല്ലേ? നീയെന്താ അത് ഓർക്കാത്തെ? ഈ കഴിഞ്ഞ 2.5 വർഷങ്ങളായി നമ്മൾ അന്വേഷിക്കാത്ത സ്ഥലങ്ങളുണ്ടോ? ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയില്ല. ഇനി ജീവി. അത്രയും പറഞ്ഞപ്പോൾ തന്നെ ദേവിൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിൽ മുറുകി. അപ്പോൾ മാത്രമാണ് താൻ എന്താ പറയാൻ പോയത് എന്ന ചിന്ത ജഗന് വന്നത്. നീ എന്താ പറഞ്ഞത്? അവൻ്റെ മുറുകിയ മുഖവും കഴുത്തിലമർന്ന അവൻ്റെ കൈകളുടെ ഫലത്തിലും ജഗനൊന്നും മിണ്ടാൻ പോലും സാധിച്ചില്ല. എന്താ പറഞ്ഞതെന്ന്? അതൊരു അലർച്ച തന്നെയായിരുന്നു. ജഗൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും ദേവൻ തന്നെ കൈകൾ പിൻവലിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇത് പറഞ്ഞാൽ ഈ കാശിനാഥനെ ഭൂമിയിൽ തനിച്ചാക്കി പോകാൻ പാർവതിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ അവൾ എന്നിൽ നിന്നും മനഃപൂർവ്വം മറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ കാശിനാഥൻ അങ്ങനെ തോറ്റു പിന്മാറില്ല. കണ്ടുപിടിച്ചിരിക്കും ഞാൻ എൻ്റെ പാറൂട്ടനെ. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നത് വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ജഗനായുള്ളൂ. അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് പാച്ചിയമ്മ. അടുത്തുള്ള ഹോട്ടലിലേക്ക് കൊടുത്തുവിടാനുള്ള രാവിലത്തെ പലഹാരത്തിൻ്റെ പണിയിലാണ്. പുറത്തെ അടുപ്പിൽ വലിയ ഇഡ്ഡലിച്ചെമ്പിരിക്കുന്നുണ്ട്. പാറു, ഇഡ്ഡലി ഇപ്പോൾ പാകമായി കാണും. അതിറക്കിയിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വെച്ചേക്ക്. ഒരു തമിഴ് ചുവയോട് കൂടിയുള്ള മലയാളത്തിൽ പുട്ടിനുള്ള തേങ്ങ തിരുമുന്ന പാർവതിയോടായി പറഞ്ഞു. ശരിയമ്മ. അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഇത് പത്മാക്ഷി എന്ന എല്ലാവരുടെയും പാച്ചിയമ്മ. ആനച്ചാൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവരുള്ളത്. നാട്ടുവൈദ്യവും അടുത്തുള്ള ഹോട്ടലുകളിൽ രാവിലത്തെയും വൈകിട്ടത്തെയും പലഹാരം വിറ്റും മറ്റുമാണ് അവർ ജീവിക്കുന്നത്. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഒറ്റയ്ക്കായിരുന്നു താമസം. 2.5 വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ ജീവിതത്തിലേക്ക് പാർവതി കടന്നു വരുന്നത്. 1 വർഷത്തിന് ശേഷം ആ കുഞ്ഞു മാലാകയും. പാച്ചിയമ്മ എല്ലാവരുടെയും പ്രിയങ്കരിയാണ്. ഇപ്പോൾ പാറുവിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് ഇതുവരെ അവർ തിരക്കിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് അതിന് അനുവദിച്ചിട്ടുമില്ല. പാറുവായി പറയുമ്പോൾ പറയട്ടെ എന്നാണ്. പാറു, തുമ്പി എഴുന്നേറ്റെന്ന് തോന്നുന്നു. നീ ചെല്ല്, ബാക്കി ഞാൻ ചെയ്തോളാം. തുമ്പിയെ റെഡിയാക്കി മോളും റെഡിയായിക്കോ. സമയം 7 കഴിഞ്ഞില്ലേ? ആ അമ്മ. പാറു അതും പറഞ്ഞ് ധൃതിയിൽ മുറിയിലേക്ക് നടന്നു. വല്ലാത്ത തലവേദന തോന്നുന്നുണ്ട്. ഇന്നലെ സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റതിൽ പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പോരാത്തതിന് കുറേ കരയുകയും ചെയ്തു. എന്തായാലും സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും കഷായം കുടിക്കാം. അതും ഓർത്ത് മുറിയിലേക്ക് കയറിയതും കാണുന്നത് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന കുഞ്ഞിനെയാണ്. ഉറക്കപ്പിച്ചിലാണ് ആള്. ഏയ്, അമ്മയുടെ ചുന്തിരിവാവ് എഴുന്നേറ്റോ? പാറുവിൻ്റെ ശബ്ദം കേട്ടതും തുമ്പി പാറുവിനെ ഒന്ന് നോക്കി. പിന്നെ ആ കുഞ്ഞി ചുണ്ടുകൾ പുറത്തേക്ക് മലർത്തി ചിണുങ്ങാൻ തുടങ്ങിയതും പാറു ഒരു ചിരിയോടെ കുഞ്ഞിനെ വാരിയെടുത്ത് ആ കുഞ്ഞി ചുണ്ടിലൊന്ന് മുത്തി. ഇനി അമ്മയുടെയും മകളുടെയും സമയമാണ്. ഇതിനിടയിൽ പാല് കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിയും. ഇതിനിടയിൽ മണി എന്ന ഒരു പയ്യൻ വരും. അവൻ്റെ ഓട്ടോയിലാണ് പലഹാരങ്ങൾ ഹോട്ടലിൽ എത്തിക്കുന്നത്. മണിമാമൻ്റെ തുമ്പിയേ. പാച്ചിയമ്മയുടെ കയ്യിലിരിക്കുന്ന തുമ്പിയെ നോക്കി മണി വിളിച്ചതും തുമ്പി അവളുടെ കിന്നരിപ്പല്ലുകൾ കാട്ടി ഒരു ചിരി നൽകി അവന്. ആ മണി, ഇന്ന് പൈസ തരാറുള്ള ദിവസമാണ്. ചീനപ്പാറയിലെ 2 ഹോട്ടലുകളിൽ നിന്നും 2000 രൂപ കിട്ടാനുണ്ട്. നീ അതും കൂടി വാങ്ങിയേക്ക്. സ്വന്തം കയ്യിലെ തള്ളവിരൽ വായിൽ വെച്ച് നുണയുകയാണ് കക്ഷി. പാച്ചി പറഞ്ഞപ്പോൾ മണി തലയാട്ടി സമ്മതിച്ചു. അല്ല, പാറുവയ്ക്ക് എന്തേ, ഇന്ന് പോകുന്നില്ലേ? ഉണ്ട്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പാറു അടുത്തുള്ള LP സ്കൂളിൽ മലയാളം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പാച്ചിയമ്മ വഴി വാങ്ങിക്കൊടുത്ത ജോലിയാണ്.
ഇപ്പോൾ കുറച്ച് മാസമായി പോകാൻ തുടങ്ങിയിട്ട്. പാറുപോയി കഴിഞ്ഞതിന് ശേഷം തുമ്പിക്ക് ഏത്തപ്പഴം നെയ്യിൽ വാട്ടിയെടുത്ത് ഉടച്ചു കൊടുക്കുകയാണ് പാച്ചിയമ്മ. പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. തുമ്പി കയ്യിലിരിക്കുന്ന ഒരു പാവയുമായി നല്ല കളിയിലാണ്. തിരികെയുള്ള യാത്രയിലാണ് ദേവും ജഗനും. രണ്ടുപേരും 2 ബുള്ളറ്റിലാണ്. കാരണം ദേവ് അവൻ്റെ വണ്ടിയിൽ ആരെയും കയറ്റാറില്ല, ഒരുവളെ ഒഴികെ. ദേവ് ബൈക്ക് സൈഡിലാക്കി ഒതുക്കി കണ്ടതും ജഗനും അവൻ്റെ അടുത്തേക്ക് വന്ന് വണ്ടി നിർത്തി. എന്താ എന്താ ദേവ്? തലയിൽ കൈത്താങ്ങിയിരിക്കുന്നവനെ കണ്ടതും ജഗൻ തിരക്കി. ഏയ്, ചെറിയൊരു ക്ഷീണം പോലെ. പെട്ടെന്ന് കണ്ണിലേക്ക് ഇരുട്ട് കയറും പോലെ തോന്നി. അവൻ പറയുന്നത് കേട്ടതും ജഗന് നല്ല ദേഷ്യമാണ് വന്നത്. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടിറങ്ങാമെന്ന്. നീ സ്വയം ഒന്ന് നിന്റെ കോലമൊന്ന് നോക്കിക്കേ. എത്ര ദിവസമായി നീ ഒന്ന് മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട്? ആ, അങ്ങനെ പറയാൻ പറ്റില്ല. കുറേ ബിയർ വലിച്ച് കയറ്റുന്നുണ്ടല്ലോ. നിന്റെ ഈ രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവ്. ഓക്കെ, നീ ഇപ്പോൾ വാ, നമുക്ക് പോകാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ ദേവ്, എനിക്കും കൂടി തോന്നണ്ടേ? ദാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. അവിടെ ചെന്ന് ഇത്തിരി വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോകാം. എക്സ്ക്യൂസ് മീ. അവൻ പറയുന്നത് കേട്ടതും ദേവ് ചുളിഞ്ഞ നെറ്റിയോടെ ചോദിച്ചു. ഒരു എക്സ്ക്യൂസുമില്ല, നീ വന്നേ. പുറത്തു നിന്നും ആരോ വിളിക്കുന്ന പോലെ തോന്നിയതും പാച്ചിയമ്മ തുമ്പിയെ മടിയിൽ നിന്നും താഴെയിരുത്തി ഒരു ആനയുടെ പാവ കൂടി കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് ചെന്നു. പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് 2 ചെറുപ്പക്കാരെയാണ്. ജഗൻ പറഞ്ഞതെല്ലാം കേട്ടതും അവർ കുഴപ്പക്കാരല്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവരെ അകത്തേക്ക് വിളിച്ചു. അവിടമെത്തിയപ്പോൾ മുതൽ വല്ലാത്തൊരു വെപ്രാളം തന്നെ പുതിയുന്നത് പോലെ തോന്നി ദേവന്. അതേ മനസ്സോടെ തന്നെ പാച്ചിയമ്മയുടെ ഒപ്പം അവർ അകത്തേക്ക് നടന്നു. ഒരു ഓടിട്ട കുഞ്ഞു വീടാണ്. പക്ഷേ നല്ല ചിട്ടയോടെ എല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു. പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ മോളുടെ കുട്ടിയാണ്. അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. തുമ്പിയുടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുന്നത് കണ്ട് പാച്ചി പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരിക്കുമോനെ? വയ്യ എന്നല്ലേ പറഞ്ഞത്? ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. സമയം ഇത്ര ആയില്ലേ? അയ്യോ വേണ്ട അമ്മേ, ഞങ്ങൾക്കിത്തിരി വെള്ളം തന്നാൽ മതി. അങ്ങനെ പറയലേ മോനെ. ഇവിടെ അടുത്തെങ്ങും ഇനി കടകളൊന്നുമില്ല. എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങളിരിക്കേ. അവർ മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുന്നേ പാച്ചി അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ ഇത്ര സമയവും ദേവിൻ്റെ കണ്ണുകൾ ആ മുറിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് മനസ്സ് ശാഠ്യം പിടിക്കുന്നത് പോലെ. ഇനിയും തന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായതും അവൻ എഴുന്നേറ്റ് മുറിയുടെ അടുത്തേക്ക് നടന്നു. പിറകിൽ നിന്ന് ജഗൻ വിളിച്ചതൊന്നും അവൻ കേട്ടതേയില്ല. മുറിയിൽ ചെന്നതും അവൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചു. മുറിയിൽ ചെന്നതും അവൻ കാണുന്നത് താഴെ ഇരുന്നു കൊണ്ട് തൻ്റെ മടിയിലിരിക്കുന്ന ആനയുടെ തുമ്പിക്കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പിയാണ്. താഴേക്ക് നോക്കിയിരിക്കുന്നതിനാൽ തന്നെ കുഞ്ഞിൻ്റെ മുഖം അവൻ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും അവനിൽ വല്ലാത്തൊരു വാത്സല്യം നിറയുന്നത് അവൻ അറിഞ്ഞു. പതിയെ അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് കണ്ട് തുമ്പി മുഖമുയർത്തി. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓരോ സുന്ദരമായ അനുഭൂതി നിറഞ്ഞു. അതിന് മാറ്റുകൂട്ടാൻ എന്ന പോലെ ആ വരികൾ ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. അപ്പോഴേക്കും എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവ് നിറഞ്ഞ കണ്ണുകളോടെ തുമ്പിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. തുമ്പി ആദ്യമൊന്ന് അമ്പരന്ന് നോക്കിയെങ്കിലും പിന്നെ അവനെ നോക്കി തൻ്റെ കുഞ്ഞരി പല്ലുകൾ കാട്ടി ചിരിച്ചു. അവൻ്റെ നോട്ടം ആദ്യം ചെന്നത് മേൽചുണ്ടിൻ്റെ വലതു ഭാഗത്തായി കാണുന്ന ആ കുഞ്ഞു മറുകിലാണ്. പാറൂട്ടാ. അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വിളിച്ചു. അവളൊന്ന് മൂളി. പക്ഷേ അവളുടെ നോട്ടം മുഴുവനും ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളിലാണ്. തന്നെ നോക്കാതെയുള്ള അവളുടെ മൂളൽ കേട്ടതും അവൻ അവളുടെ വയറിലായി ചെറുതായി ഒന്ന് കടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പിഴച്ചു. കാശിയേട്ടാ. അവളൊരു വിറയലോടെ വിളിച്ചു. വാട്ട്? ബേബി, ലിസൺ കെയർഫുള്ളി. വെൻ ഐ ടെൽ യു സംതിങ്, ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഫേസ്, ഓക്കെ? കുശുംബൻ. കാര്യം മനസ്സിലായതും അവൾ ചുണ്ടിനിടയിൽ പിറുപിറുത്തു. വാട്ട് ഡിഡ് യു സേ? എന്തിനാ വിളിച്ചേ? നമ്മുടെ ബേബിക്കും നിൻ്റെയും മറുക കിട്ടുമായിരിക്കും അല്ലേ? അവൻ്റെ നോട്ടം അവളുടെ മേൽച്ചുണ്ടിലായിരുന്നു. പക്ഷേ അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണ് മിഴിഞ്ഞു. പിന്നീട് ഉറക്കെ ചിരിച്ചു പോയി. അവൻ അവളെ കുറിപ്പിച്ചു നോക്കി. പിന്നെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖം പിടിച്ചു താഴ്ത്തി അവളുടെ ചുണ്ടുകളെ രുചിച്ചു തുടങ്ങി.
അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ മിഴിഞ്ഞുപോയ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു. തുമ്പിയുടെ ശബ്ദമാണ് അവനെ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത്. തുമ്പി അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട്. ദേവ് വലത് കൈ ഉയർത്തി തുമ്പിയുടെ കവിളിൽ സ്പർശിക്കാനായി വന്നതും ജഗൻ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ മുറിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. നീ എന്താ ദേവ് കാണിച്ചത്? ആ അമ്മ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ നമ്മളെപ്പറ്റി എന്ത് വിചാരിച്ചേനെ? അവനെ നോക്കി പതിയെ എന്നാൽ കടുപ്പിച്ച് ജഗൻ ചോദിച്ചു. പക്ഷേ ദേവിൻ്റെ നോട്ടം ആ മുറിയിലേക്കായിരുന്നു. തൻ്റെ ചോദ്യം പോലും അവൻ കേട്ടിട്ടില്ലെന്ന് തോന്നി ജഗന്. അപ്പോഴേക്കും പാച്ചിയമ്മ അങ്ങോട്ടേക്ക് വന്നിരുന്നു. മക്കൾ വര്, ഞാൻ ഭക്ഷണം എടുത്തിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി, അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. ഉമ്മ. ഒരു കുഞ്ഞു ശബ്ദം കേട്ട് അവരങ്ങോട്ട് നോക്കി. കതകിൽ പിടിച്ചു നിൽക്കുവാണ് തുമ്പി. ആഹാ, അമ്മമ്മയുടെ തുമ്പി ഇങ്ങോട്ട് പോന്നോ? വായോ. പാച്ചി കൈ രണ്ടും നീട്ടി അവളെ വിളിച്ചു. ദേവ് വിടർന്ന കണ്ണുകളോടെ കുഞ്ഞിനെ തന്നെ നോക്കി. എൻ്റെ മോളുടെ കുട്ടിയാണ്. കുഞ്ഞിനെ തന്നെ നോക്കുന്നവരോട് ഒരു ചിരിയോടെ പാച്ചി പറഞ്ഞു. എന്താ ഈ സുന്ദരി പെണ്ണിൻ്റെ പേര്? ജഗനൊരു ചിരിയോടെ ചോദിച്ചു. അഗ്നിക. തുമ്പി എന്നാ വിളിക്കുന്നത്. അഗ്നിക. ദേവിൻ്റെ അധരങ്ങൾ പതിയെ മുഴിഞ്ഞു. ഇവരെ നോക്കിക്കൊണ്ട് പിടിച്ചു വരുന്ന തുമ്പി ഇടയ്ക്കൊന്ന് ഇരുന്നു പോയതും ദേവിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അവൻ വേഗം കുഞ്ഞിനടുത്തേക്ക് പോകാൻ പോയതും ജഗൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അയ്യോ, അമ്മമ്മയുടെ തുമ്പിപ്പെണ്ണ് വീണുപോയോ? എടാ, നീ എൻ്റെ കുഞ്ഞിനെ വീഴിച്ചോ? ദേ, അമ്മ നല്ല അമ്പ കൊടുത്തിട്ടുണ്ട്. തുമ്പിപ്പെണ്ണ് വായോ, ഞാനെടുക്കാം. തറയിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് പാച്ചി തുമ്പിയെ നോക്കി പറഞ്ഞതും ചുണ്ടുകൾ പുറത്തേ കുന്തി കരയാൻ തയ്യാറായി ഇരുന്ന കുഞ്ഞ് തല്ലിയത് ഇഷ്ടപ്പെട്ട പോലെ കുടുകുടെ ചിരിക്കാൻ തുടങ്ങി. ഹോ, ഹൗ ക്യൂട്ട്. ജഗനൊരു ചിരിയോടെ പറഞ്ഞു. ഞാനൊന്ന് കുഞ്ഞിനെ എടുത്തോട്ടെ? പാച്ചിയെ നോക്കി ദേവി ചോദിക്കുമ്പോൾ വല്ലാതെ ഇടറിയിരുന്നു അവൻ്റെ ശബ്ദം. അവൻ്റെ ആഗ്രഹത്തോടെയുള്ള ചോദ്യത്തെ എതിർക്കാൻ പാച്ചിക്കും തോന്നിയില്ല. അതിനെന്താ മോനെ, പക്ഷേ അവൾ വരുമോ എന്നറിയില്ല. അങ്ങനെ ആരുടെ അടുത്തും പോകാറില്ല. മോനൊന്ന് വിളിച്ചു നോക്ക്. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വിളിക്കേണ്ട താമസം തുമ്പി അവൻ്റെ കയ്യിലേക്ക് ചാടി. അവൻ്റെ കവിളിലും ചുണ്ടിലും കുറേ ഉമ്മ വെച്ച് എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ പറഞ്ഞു. അവനും കുഞ്ഞിനെ പുണർന്നിട്ടും ചുംബിച്ചിട്ടും മതിയാവാത്ത പോലെ തോന്നി. ആഹാ, നിന്നെ ആൾക്ക് പിടിച്ചെന്ന് തോന്നുന്നു. ഇനി ഞാനൊന്ന് എടുക്കട്ടെ, വാടാ വാവേ. ജഗൻ അവൾക്ക് നേരെ കൈനീട്ടി വിളിച്ചതും അത് ഇഷ്ടപ്പെടാത്ത പോലെ തുമ്പി ദേവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തി. ഓഹോ, കള്ളിപ്പെണ്ണ്, നിനക്ക് അവനെ മാത്രം മതിയോ? അവളുടെ കുഞ്ഞിക്കാലിൽ ചുംബിച്ചുകൊണ്ട് ജഗൻ ചോദിച്ചതും തുമ്പി അവനെ ചിരിച്ചു മയക്കി കളഞ്ഞു. ഇനി മക്കൾ വന്ന് എന്തെങ്കിലും കഴിക്ക്. മോന് വയ്യ എന്നല്ലേ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ശ്യാം ജഗന്നാഥ് ശ്രീനിവാസൻ. ഇത് എൻ്റെ ഫ്രണ്ട് വൈദിക് കാശ്നാഥ് അയ്യർ. മോളെ എങ്ങെത്താ മോനെ, എന്നിട്ട് വന്ന് കഴിക്കാൻ നോക്ക്. പാച്ചി പറഞ്ഞത് കേട്ടതും അവൻ മോളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത് സാരല്ല, മോളെ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. ദേവ് ഒരു വിളറിയ മുഖത്തോടെ പാച്ചിയെ ദയനീയമായി നോക്കി. ജഗനാണെങ്കിൽ ദേവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ മുതലുള്ള അവനിലെ മാറ്റം. കുഞ്ഞിനോട് അവൻ വല്ലാതെ അറ്റാച്ച്ഡ് ആകുന്ന പോലെ. എന്തൊക്കെയായാലും അത് മറ്റൊരാളുടെ കുഞ്ഞാണ്. അവർക്ക് ദേവിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടണമെന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത തോന്നാൻ തുടങ്ങി ജഗന്. അല്ല അമ്മേ, മോളുടെ അമ്മയും അച്ഛനും എന്തേ? ദേവിനെ അവൻ്റെ ആ ചോദ്യം ഒന്ന് പിടിച്ചു കുലുക്കി. മോളുടെ അവകാശികളെ പറ്റിയാണ് അവൻ ചോദിച്ചത്. വല്ലാതെ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. മോള് തൻ്റെ മാത്രമാണെന്ന് വിളിച്ചു പറയാൻ തോന്നുന്നു. വല്ലാത്തൊരു ആത്മബന്ധം തോന്നി കുഞ്ഞിനോട്. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു. പാച്ചിയമ്മയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. മോളുടെ അമ്മ ഇവിടെ അടുത്ത് ഒരു LP സ്കൂളിൽ ടീച്ചറാണ്. പിന്നെ അച്ഛൻ. പാച്ചിയൊന്ന് നിർത്തി. ദേവിൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ആഗ്രഹിച്ചത് എന്തോ നേടാൻ പോകുന്ന പോലെ. പക്ഷേ അപ്പോഴേക്കും അവരുടെ ഫോൺ ബെൽ ചെയ്യാൻ തുടങ്ങി. മക്കള് കഴിക്കേ. ഫോണിൽ നോക്കിയിട്ട് അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ദേവ്, എന്താ നിന്റെ മനസ്സിൽ? കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ നിനക്ക് വല്ലാത്ത മാറ്റം പോലെ. നിന്റെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ നിന്റെ സ്വന്തം കുഞ്ഞാണെന്ന് തോന്നും. എൻ്റെ മോള് തന്നെയാ. ഒരു നിമിഷം പോലും ആലോചിക്കാതെയായിരുന്നു ദേവിൻ്റെ മറുപടി. ദേവ്, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്. ഇത്ര നാളും പാർവതിയായിരുന്നു, ഇപ്പോൾ ദാ ഈ കുഞ്ഞ്. ഒരു കാര്യം ഓർക്കണം,
കുഞ്ഞിന് മേൽ നിനക്ക് ഒരു അവകാശവുമില്ല. വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ഇതുവരെ നിന്റെ പ്രവൃത്തിയിൽ ആ സ്ത്രീക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ഇനി അതുണ്ടാക്കരുത്. ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്നും തിരിക്കണം. വരാൻ നോക്ക്. ജഗൻ അത്രയ്ക്കും ദേഷ്യത്തിലായിരുന്നു അവനോട് സംസാരിച്ചത്. പക്ഷേ അതൊന്നും ദേവിൻ്റെ ചെവിയിൽ കേട്ടതുപോലുമില്ല. കുഞ്ഞ് തൻ്റെ ആരോ ആണെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി വീട്ടിലേക്ക് നടക്കുകയായിരുന്നു പാറു. സ്കൂളിൻ്റെ പുറകിൽ നിന്നും ഒരു ഇടവഴിയുണ്ട്. അതിലെ നടന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. മെയിൻ റോഡിൽ നിന്നാകുമ്പോൾ അത് 15 മിനിറ്റ് ആകും. തുമ്പി ഇപ്പോഴും പാല് കുടിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലുമ്പോൾ മോൾക്ക് പാല് കൂടി കൊടുത്തിട്ടാണ് അവൾ തിരികെ സ്കൂളിൽ പോകുന്നത്. ഇടവഴി ഇറങ്ങി കുറച്ച് നടന്നതും അവിടെ നിൽക്കുന്നവരെ കണ്ട് അവളിൽ ഭയം നിറഞ്ഞു. എടാ മാത്ത, ദേ നിന്റെ പെണ്ണ് വരുന്നുണ്ട്. ഒരു മരക്കഷ്ണത്തിൻ്റെ പുറത്തിരുന്ന് ബീഡി വലിക്കുന്നവരോടായി അരികിൽ നിന്നവൻ പറഞ്ഞു. അവിടുത്തെ ഒരു ചെറിയ മുതലാളിയാണ് മാത്യൂസ് യോഹന്നാൻ അറയ്ക്കൽ. ഏലത്തോട്ടവും ഒരു ചെറിയ റിസോർട്ടും പിന്നെ കുറച്ച് പലിശ കൊടുപ്പുമൊക്കെയുണ്ട്. നല്ല സ്വഭാവമെന്ന് പറയാനായി ഒന്നുമില്ല. കള്ളുകുടിയും വലിയും പെണ്ണും ഒക്കെയുണ്ട്. വീട്ടിൽ അവൻ്റെ അമ്മച്ചി ത്രേസ്യ മാത്രമാണ് ഉള്ളത്. പാർവതിയെ കണ്ട നാൾ മുതൽ അവളുടെ പുറകെയാണ്. പാച്ചിയമ്മയുടെ വീട്ടിൽ ചെല്ലാൻ അവന് ധൈര്യമില്ല. അവരെ തൊട്ടാൽ അവിടെയുള്ളവർ മുഴുവനും തനിക്കെതിരെയാകുമെന്ന് അവനറിയാം. പാർവതിക്ക് അവനെ കാണുന്നത് തന്നെ ഭയമാണ്. കാണാൻ സുന്ദരനൊക്കെയാണ്, പക്ഷേ സ്വഭാവം മഹാവെടക്കാണ്. പേടി തോന്നിയെങ്കിലും തുമ്പിയെ ഓർത്തപ്പോൾ അവൾ പതിയെ മുന്നോട്ട് നടന്നു. അവൻ്റെ അരികിലെത്തിയപ്പോൾ മുഖം കുനിച്ച് വേഗം നടന്നു. ഏയ്, അങ്ങനെയങ്ങ് പോയാലോ? ഇച്ചായൻ്റെ കൊച്ച്, ഇതെന്തേ ഇത്ര ധൃതി? ഒരു വഷളൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി. എനിക്ക് പോണം. ഒരു വിറയലോടെ അവൾ പറഞ്ഞു. തൻ്റെ ശരീരത്തിൽ ഒഴുകി നടക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ടതും വല്ലാത്ത അറപ്പ് തോന്നി അവൾക്ക്. ഓ, ഞാൻ മറന്നു. നിന്റെ ആ പിഴച്ചുപെറ്റ സന്താനം അവിടെ ഉണ്ടല്ലോ അല്ലേ? അത്ര സമയവും അവനെ നോക്കാതെ നിന്നവൾ അവൻ്റെ ആ വാക്ക് കേട്ടതും കത്തുന്ന മിഴികളോടെ അവനെ നോക്കി. അവളുടെ ആ നോട്ടത്തിൽ അവനുമൊന്ന് പതറി. നീ? അവൻ എന്തോ പറയാൻ വന്നതും ആരോ വരുന്ന ശബ്ദം കേട്ട് അവളുടെ മുന്നിൽ നിന്നും മാറി. ആ സമയം കൊണ്ട് അവൾ വേഗം മുന്നിലേക്ക് നടന്നു. അല്ല, ഓടിയെന്ന് വേണം പറയാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്തോ അവൾക്ക് കാശിയോട് പോലും ആ നിമിഷം വല്ലാത്ത ദേഷ്യം തോന്നി. പറ്റില്ല, നീ എന്താ പറയുന്നത് എന്ന ബോധമുണ്ടോ? പുറകിൽ നിന്നും ഉയർന്ന ശബ്ദത്തിൽ ജഗൻ ചോദിക്കുമ്പോൾ ദേവിന് മുന്നിൽ കാണുന്ന മലനിരകളിലേക്ക് ഇമ ചിമ്മാതെ നോക്കുകയായിരുന്നു. അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ജഗനൊന്ന് നീട്ടി ശ്വാസമെടുത്തു. ശരി, പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. തുമ്പിയുടെ പാരൻസിനെ കണ്ട ശേഷം നീ എനിക്കൊപ്പം ഇല്ലത്തേക്ക് വരുമെന്ന്. എന്താ, സമ്മതമാണെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്ക് അവരെ പോയി കാണാം. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം എനിക്ക് നീ അവരെ കണ്ടു കഴിയുമ്പോൾ തരണം. അപ്പോഴും ദേവ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ താൻ പറഞ്ഞതിനോട് അവന് സമ്മതമാണെന്ന് ജഗന് മനസ്സിലായി. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ജഗൻ്റെ മനസ്സും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ദേവിന് അനുകൂലമായി മാത്രമാകണേ എന്നായിരുന്നു ജഗൻ ആ നിമിഷം പ്രാർത്ഥിച്ചത്.